നമ്മുടെ മഞ്ഞുമൽ ബോക്സിൽ സുഭാഷ് വീണ ഗുഹയില്ലേ, അത് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റി എങ്ങനെ ഇരിക്കും? ആ ഒരു എഫക്റ്റാണ് എനിക്ക് ഇവിടെ എത്തിയപ്പോൾ തോന്നിയത്. ഉടുപ്പിൽ നിന്ന് ഒരു 65-75 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റും. ഇതിന് തൊട്ടടുത്തായിട്ട് കമലശില ടെമ്പിളിൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു ഊട്ട കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉച്ച സമയത്ത് ഇവിടെ എത്തുന്ന രീതിയിൽ പ്ലാൻ ചെയ്ത് വരിക. ഓരോ സ്റ്റെപ്പ് നിങ്ങൾ സൂക്ഷിച്ച് വേണം വെക്കാൻ. അത് അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ കുറ്റാക്കുറ്റി ഇരുട്ടാണ്. നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലിലെ ലൈറ്റോ അല്ലെങ്കിൽ ടോർച്ച് ലൈറ്റ് ഉപയോഗിച്ച് മാത്രമേ നിങ്ങൾക്ക് താഴോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. അതല്ല, കൂടെ ഉള്ള പൂജാരിയുടെ കയ്യിൽ ഒരു ടോർച്ച് ലൈറ്റ് കാണും, പക്ഷെ ആ വെട്ടം മതിയാവില്ല, കാര്യം ഭയങ്കര ഇരുട്ടാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് അഡ്വഞ്ചർ ആണ് വേണ്ടെങ്കിൽ നിങ്ങളെ ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്തിട്ട് ഈ പൂജാരി പോയിട്ട് നിങ്ങൾ അവിടെ തന്നെ നിന്നിട്ട് പിന്നെ അങ്ങ് നടന്നാൽ മതി, മറിഞ്ഞടിച്ച് വീണോളൂ. അപ്പം നിങ്ങൾക്ക് ഒരുപാട് അഡ്വഞ്ചർ കിട്ടും. ഓക്കെ. താഴോട്ട് പോകുന്ന വഴികളിൽ നിങ്ങൾക്ക് ശിവലിംഗങ്ങൾ, ഭൈരവ ഷ്രൈൻസ്, അതുപോലെ തന്നെ കാളിയുടെയും ലക്ഷ്മിയുടെയും സരസ്വതിയുടെയും പൂർണ്ണ രൂപമായിട്ടുള്ള ത്രിശക്തി, അങ്ങനെ പലതരത്തിലുള്ള ലിംഗങ്ങളും പലതരത്തിലുള്ള വിഗ്രഹങ്ങളും ഒക്കെ കാണാൻ പറ്റും. അതിനെപ്പറ്റിയൊക്കെ വാ തോരാതെ ഈ പൂജാരി സംസാരിക്കുന്നുണ്ട്. അതൊന്നും കന്നഡയിലായതുകൊണ്ട് അത് ക്യാച്ചപ്പ് ചെയ്യാനുള്ള ഒരു വൊക്കാബുലറി എനിക്കില്ലാത്തത് കൊണ്ടും എനിക്കത് കാര്യമായിട്ട് മനസ്സിലായില്ല. രാവിലെ 9 മണി തൊട്ട് 12:30 വരെയും ഉച്ചയ്ക്ക് 1:30 മുതൽ 5 മണി വരെയാണ് നിങ്ങൾക്ക് ഇവിടെ ഉള്ള പ്രവേശന സമയം. 5 മണി കഴിഞ്ഞ് വരരുതെന്ന് അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. കാര്യം നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവിടെ വന്ന് കിടന്നുറങ്ങാൻ പോകുന്നത് പുലികളാണ്. അവർക്കൊരു ഭക്ഷണമായിട്ടോ നിങ്ങൾക്ക് കൂടുതൽ അഡ്വഞ്ചർ ആയിട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കയറി ചെല്ലാം. ഈ ഗുഹകളിൽ നിന്ന് ഊർന്നു വരുന്ന വെള്ളങ്ങളെല്ലാം കൂടെ അവിടെ ശേഖരിക്കപ്പെട്ട് അവിടെ നാഗതീർത്ഥ എന്ന് പറയുന്ന ഒരു ചെറിയ കുളവും രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ നാഗതീർത്ഥ ക്രോസ് ചെയ്ത് വേണം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് അകത്തേക്ക് കയറിപ്പോകാൻ. ഇതെല്ലാം കഴിഞ്ഞ് ഇതിൻ്റെ ഏറ്റവും അവസാനം എത്തിയപ്പോഴത്തേക്ക് നമ്മുടെ പൂജാരിയുടെ ഒരു നല്ല കിടിലം പരിപാടി ഉണ്ടായിരുന്നു. ഇനി ഒരു 5 മിനിറ്റ് എല്ലാവരും ധ്യാനിക്കാൻ വേണ്ടി ടോർച്ച് ലൈറ്റ് എല്ലാവരും ഓഫ് ചെയ്യുക. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇവിടെ 10,000-കണക്കിന് പാമ്പുകളും 10,000-കണക്കിന് വവ്വാലുകളും ഉണ്ടെന്ന്. ഇറങ്ങി ഓടാൻ തോന്നിയില്ല എനിക്ക്. ഓടിക്കഴിഞ്ഞാൽ മറിഞ്ഞടിച്ച് വീഴുമെന്ന് അറിയാവുന്നത് കൊണ്ട് പതുക്കെ സാവധാനം കയറിപ്പോവുക. അത്യാവശ്യം അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്ന, എന്നാൽ എന്തെങ്കിലും പുതുതായിട്ട് എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് ഇത് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. വളരെ മനോഹരമായ ഒരു അഡ്വഞ്ചറസ് ഫീൽ നിങ്ങൾക്ക് കിട്ടും.